ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഖിലാണ്ടേശ്വരി എല്ലാ വാതിലും തുറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ സാധിക്കുന്നില്ല. അതിനുശേഷം അഖില മുൻപൊരിക്കൽ രക്ഷപ്പെടാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയ വഴി ആലോചിക്കുകയാണ്. അതുവഴി അഖില പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയെയാണ്. കല്യാണി ആകാശത്തുള്ള 2 നക്ഷത്രങ്ങളെ നോക്കി നിന്ന് ആലോചിക്കുകയാണ്. കല്യാണിയും ആനന്ദും കൂടി നടക്കുകയാണ്. ആനന്ദ് ചോദിക്കുകയാണ്, അല്ല കല്യാണി, നമ്മളിത് എങ്ങോട്ടാണ്? ഒന്ന് വാ വലിയ കുഞ്ഞേ. അതിനുശേഷം ഒന്ന് നിന്നേ വലിയ കുഞ്ഞെന്നും പറഞ്ഞ് ആനന്ദിനെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി കല്യാണി? ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീട്ടിൽ പോകുന്നതിന് പകരം ഈ നേരത്തിറങ്ങി ഇങ്ങനെ നടക്കാൻ തോന്നാൻ എന്താണ് കാരണം? അത് എന്റെ വലിയ കുഞ്ഞിനോടൊപ്പം രാക്കിളിയുടെ പാട്ടും കേട്ട് ഇങ്ങനെ നടക്കാൻ കൊതിയായിട്ടാണ്. അതെ, ഒന്ന് നിന്ന് തരുമോ, ഫോട്ടോ എടുക്കാനാണ് എന്നും പറഞ്ഞ് ആനന്ദിന്റെ ഫോട്ടോ എടുക്കുകയാണ് കല്യാണി. ചിരിക്കാൻ പറഞ്ഞിട്ട് കല്യാണി ഫോട്ടോ എടുക്കുന്നു. ഇങ്ങോട്ട് നോക്കട്ടെ എന്ന് ആനന്ദ് പറയുകയാണ്. അപ്പോൾ കല്യാണി ഫോൺ ഒളിപ്പിച്ചിട്ട് പറയുകയാണ്, ഫോട്ടോ ശരിയായി കാണില്ല. വേണ്ട എന്ന് കല്യാണി പറഞ്ഞിട്ടും ആനന്ദ് ഫോൺ പിടിച്ചു വാങ്ങി ഫോട്ടോ നോക്കുകയാണ്. ആഹാ, നല്ല ഫോട്ടോയല്ലേ എന്ന് കല്യാണി പറയുന്നു. ആനന്ദ് പറയുന്നു, കൊള്ളില്ല. അതിനുശേഷം ആനന്ദ് കല്യാണിയെ ചേർത്ത് നിർത്തി സെൽഫി എടുക്കുന്നു. അതിനുശേഷം ഇത് കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ കല്യാണി പറയുകയാണ്, ഒന്ന് പോ വലിയ കുഞ്ഞെ. അതിനുശേഷം ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാട്ടി കല്യാണി പറയുകയാണ്, ദേ നോക്കിയേ, എന്തുമാത്രം നക്ഷത്രങ്ങളാണ്, മത്താപ്പു കത്തിച്ചു പിടിച്ച പോലെയുണ്ട് അല്ലേ? എന്തു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അതെ, നിന്റെ ഈ കണ്ണുകളോളം തിളക്കവും അഴകും ആ കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒന്ന് പോ വലിയ കുഞ്ഞെന്നും പറഞ്ഞ് ആനന്ദിന്റെ കൈ തട്ടി മാറ്റുകയാണ് കല്യാണി. എന്നിട്ട് പറയുകയാണ്, പണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചവരൊക്കെ ആകാശത്തിങ്ങനെ നക്ഷത്രങ്ങളായി കൺചിമ്മി നിൽക്കുമെന്ന്. അപ്പോൾ ആ മിന്നി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ ഇടയിൽ എന്റെ അമ്മയും ഉണ്ടാകുമല്ലേ? എന്റെ അമ്മ ഈ കൂട്ടത്തിൽ ഏതായിരിക്കുമോ എന്തോ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അല്ല, മരിച്ചവരാണ് ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങളായി മിന്നി നിൽക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഈ ഭൂമിയിൽ പ്രണയിച്ച് ജീവിക്കുന്നവരുടെ റിഫ്ലക്ഷനാണ് ആ നക്ഷത്രങ്ങളുടെ തിളക്കം. അങ്ങനെ വിശ്വസിച്ചൂടെ? അന്നേരം കല്യാണി പറയുകയാണ്, ദേ നോക്കിയേ, 2 നക്ഷത്രങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ ആനന്ദ് പറയുകയാണ്, അത് അടുത്ത് നിന്നതല്ല, ആ പെൺ നക്ഷത്രത്തിനെ തേടി അതിനെ പ്രണയിക്കുന്ന ആൺ നക്ഷത്രം സർവവും ത്യജിച്ച് ഇറങ്ങി വന്നതാണ്. ആ പെൺ നക്ഷത്രം എവിടെ പോയാൽ ആ ആൺ നക്ഷത്രം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കല്യാണി പറയുന്നു, വലിയ കുഞ്ഞെ, ആ നക്ഷത്രം അത് മാഞ്ഞു പോയി. അപ്പോൾ ആനന്ദ് പറയുന്നു, അതെങ്ങും പോകില്ല, അത് തിരികെ വരും. അതിനെ മേഘങ്ങൾ മറച്ചതാണ്. അതിനുശേഷം കല്യാണി വീണ്ടും ആ നക്ഷത്രങ്ങളെ കാണുന്നു. അപ്പോൾ കല്യാണി സന്തോഷത്തോട് പറയുന്നു, വലിയ കുഞ്ഞെ, ദേ നോക്ക്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, കല്യാണി, ആ നക്ഷത്രങ്ങൾ ഈ ജന്മം പിരിയാനാവുന്ന നക്ഷത്രങ്ങളല്ല. സത്യം എന്ന് കല്യാണി ചോദിക്കുമ്പോൾ സത്യം എന്ന് ആനന്ദ് പറയുന്നു. അയ്യോ, അനിയൻകുട്ടൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ, നമുക്ക് പോകാമെന്ന് കല്യാണി പറയുന്നു. ഇത്രയും സംഭവങ്ങൾ കല്യാണി ഓർമ്മിക്കുന്നതാണ്. അപ്പോഴേക്കും ആനന്ദ് അവിടേക്ക് വരികയാണ്. നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? അനിയൻകുട്ടൻ ഉറങ്ങിയോ? അപ്പോൾ കല്യാണി പറയുന്നു, ഉറങ്ങി. വലിയ കുഞ്ഞ് ആ നക്ഷത്രങ്ങളെ കണ്ടോ? 2 നക്ഷത്രങ്ങൾ ചേർന്ന് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നത് കണ്ടോ? അപ്പോൾ ആനന്ദ് പറയുകയാണ്, കല്യാണി, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് വെറും നക്ഷത്രങ്ങളല്ല, നിന്റെ അമ്മയുടെയും അച്ഛന്റെയും ആത്മാക്കളാണെന്നല്ലേ? അതെ, അന്ന് അമ്മ ആകാശത്ത് ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ അച്ഛനും കൂട്ടിനുണ്ടല്ലോ. എന്റെ അനിയൻകുട്ടനല്ലേ ഇപ്പോ ആരും ഇല്ലാണ്ടായി പോയത്? പാവം, അവൻ ഈ വലിയ തറവാട്ടിൽ നമ്മളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ എന്ന് പറഞ്ഞ് കല്യാണി സങ്കടപ്പെടുകയാണ്. അന്നേരം ആനന്ദ് പറയുന്നു, സാരമില്ല, അത് തൽക്കാലത്തേക്കുള്ള ഒരു ഒറ്റപ്പെടലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തുടരുന്ന ഈ നാടകത്തിന് താമസിയാതെ തിരശീല വീഴും. അപ്പോൾ എല്ലാം ശരിയാവും. ഇപ്പോൾ ഇവിടെ അനിയൻകുട്ടന് നമ്മളുണ്ടല്ലോ. ആ ഇളയമ്മയെയും ജയന്തിയെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കല്യാണി പറയുന്നു, അത് തന്നെയാണ് എന്റെയും ഭയം. എന്നിട്ട് ആനന്ദ് പറയുകയാണ്, ദേ മതി, ഈ രാത്രിയിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട എന്നും പറഞ്ഞ് കല്യാണിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന്. വാ എന്നും പറഞ്ഞ് കല്യാണിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയാണ്. അഖില പ്രിയങ്കയിൽ നിന്ന് രക്ഷപ്പെട്ട് റോഡിൽ കൂടി ഓടുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിവരാമകൃഷ്ണന് തലയും വേദനിക്കുന്നുണ്ട്, നന്നായി ഉറക്കവും വരുന്നുണ്ട്. അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ടെത്തുകയാണ്. കൃഷ്ണേട്ട, ഒരുപാട് നേരം ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുന്നു, ഒത്തിരി കാര്യങ്ങൾ പെൻഡിംഗ് ഉണ്ട്.
ഈയിടെയായി നീ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ? നോക്ക് കൃഷ്ണേട്ടാ, അന്ന് ആ തറവാട്ടിൽ വെച്ച് നടന്ന ആക്സിഡന്റും പിന്നെ ദാസേട്ടന്റെ മരണവും എല്ലാം കൂടി ആയപ്പോൾ എന്റെ മനസ്സ് ഇതിലൊന്നും ഉറയ്ക്കുന്നില്ല. മനസ്സൊന്ന് സ്വസ്ഥമായിട്ട് ഞാൻ ഇതിലൊക്കെ ശ്രദ്ധിക്കാം. ഏയ് കുഴപ്പമില്ല, ഇപ്പോൾ അരവിന്ദും നന്ദനയും ഞാനും ഒക്കെ ഉണ്ടല്ലോ. ആനന്ദും കൂടി ചുമതല ഏറ്റിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അത് കൃഷ്ണേട്ടൻ ആനന്ദിനോട് സംസാരിക്കണം. വരട്ടെ എന്ന് കൃഷ്ണേട്ടൻ പറയുന്നു. അതിനുശേഷം രാജേശ്വരി ലാപ്ടോപ്പും ഫയലും ഒക്കെ മാറ്റിവെച്ചിട്ട് ഇനി കൃഷ്ണേട്ടൻ ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നു. അന്നേരം അഖില ശിവരാമകൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആരാ ഇപ്പോ എന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ ഞാൻ നോക്കാമെന്നും പറഞ്ഞ് രാജേശ്വരി ഫോൺ എടുക്കുകയാണ്. ഹലോ, ആരാണെന്ന് പറയാമോ? ഇതാരാ, വിലാസിനിയാണോ എന്ന് അഖില ചോദിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? കൃഷ്ണേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമെന്ന് അഖില ചോദിക്കുന്നു. ദാ കൃഷ്ണേട്ടനാണ് ഫോൺ എന്നും പറഞ്ഞ് രാജേശ്വരി ഫോൺ ശിവരാമകൃഷ്ണന് കൊടുക്കുന്നു. ഹലോ, ആരാണെന്ന് ശിവരാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ അഖില എന്ന് അഖിലാണ്ടേശ്വരി മറുപടി പറയുന്നു. അഖില എന്ന് കേട്ട ശിവരാമകൃഷ്ണൻ അഖിലയ്ക്കാണ് ഫോൺ എന്ന് കരുതി രാജേശ്വരിക്ക് കൊടുത്തിട്ട്, അഖില, നിനക്കാണെന്ന് തോന്നുന്ന ഫോൺ ഒന്നും വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു. ശിവരാമകൃഷ്ണനാണെന്ന് കരുതി അഖിലാണ്ടേശ്വരി സംസാരിക്കുകയാണ്. കൃഷ്ണേട്ട, ഇത് ഞാനാണ് അഖില. അത് കേട്ട് രാജേശ്വരി ഒന്ന് ഞെട്ടുകയാണ്. ഫോണുമായി നിൽക്കുന്ന രാജേശ്വരിയെ അഖില എന്ന് ശിവരാമകൃഷ്ണൻ വിളിക്കുന്നു. അത് കൃഷ്ണേട്ട എന്നും പറഞ്ഞ് രാജേശ്വരി ഫോൺ കട്ട് ചെയ്യുക. റോങ് നമ്പറാണ് കൃഷ്ണേട്ട, കിടന്നോ എന്ന് പറയുന്നു. ശിവരാമകൃഷ്ണൻ കിടക്കുകയാണ്. അതിനുശേഷം അഖിലാണ്ടേശ്വരി വീണ്ടും വിളിക്കുകയാണ്. ഇങ്ങെടുക്ക്, ഞാൻ നോക്കാമെന്ന് ശിവരാമകൃഷ്ണൻ പറയും. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രാജേശ്വരി പറയുകയാണ്, ഇത് അതേ റോങ് നമ്പർ തന്നെയാണ്, ഫോൺ സൈലന്റ് ആക്കി വെക്കാം. അർജന്റ് ആണെങ്കിൽ നാളെ തിരിച്ചു വിളിച്ചാൽ മതിയല്ലോ. കൃഷ്ണേട്ടൻ കിടന്നോ എന്നും പറഞ്ഞ് രാജേശ്വരി ഫോൺ സൈലന്റ് ആക്കി വെക്കുന്നു. പക്ഷേ രാജേശ്വരിയുടെ ഫോൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഖില, നീ കിടക്കുന്നില്ലേ എന്ന് ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നു. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, അടുക്കളയിൽ ചെറിയൊരു ജോലിയുണ്ട്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക സ്പെഷ്യലാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നോളാം. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ രാജേശ്വരി പ്രിയങ്കയെ ഫോൺ ചെയ്യുകയാണ്. ഹലോ പ്രിയങ്ക എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, അറിഞ്ഞാൻറ്റി, ആ അഖില രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ കാവൽക്കാരിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അഖിലയെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. അഖില അവിടേക്ക് വരാനാണല്ലോ സാധ്യത? അതെ പ്രിയങ്ക, അഖില ഇപ്പോൾ വിളിച്ചിരുന്നു ശിവരാമന്റെ മൊബൈലിൽ. ഭാഗ്യത്തിന് മൊബൈൽ എടുത്തത് ഞാനാണ്. അയാൾ വാങ്ങി സംസാരിച്ചെങ്കിലും അയാൾക്ക് മനസ്സിലായില്ല വിളിച്ചത് അഖിലയാണെന്ന്. ഗുഡ്, എന്തായാലും ആന്റി സൂക്ഷിച്ചോ. കഴിവതും അഖിലയെ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ശ്രീയേട്ടനെയും വർമ്മയങ്കിളിനെയും ഞാൻ അഖിലയെ അന്വേഷിക്കാനായി വിട്ടിട്ടുണ്ട്. സൂക്ഷിക്കണം. അഖില തൃച്ചംബരത്തുകാരുടെ കണ്ണിൽപ്പെട്ടാൽ സകലതും അവസാനിക്കും. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, അവളെ ഇത്രയും നാൾ തടവിൽ താമസിപ്പിക്കരുതായിരുന്നു. അന്നേ തീർത്തു കളയണമായിരുന്നു. ഞാനത് തീരുമാനിച്ചതല്ലേ. ഒപ്പിട്ട് തരാൻ ആള് വേണ്ടേന്നും പറഞ്ഞ് ആന്റിയല്ലേ അത് തടഞ്ഞത്. അപ്പോൾ രാജേശ്വരി പറയുന്നു, അതിബുദ്ധിമതിയായ അഖിലയ്ക്ക് കാവലിന് ഒരാൾ മാത്രം പോരായിരുന്നു. നമുക്ക് പറ്റിയ വിഡ്ഢിത്തമാണ്. ഇങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ആന്റി. അതെ, ഇനി പരസ്പരം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത നടപടി ഉടനെ ചെയ്തേ പറ്റൂ. അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നു, എന്റെ കണ്ണ് വെട്ടിച്ച് അഖില അങ്ങോട്ട് വന്നാൽ? അപ്പോൾ രാജേശ്വരി പറയുന്നു, അവളെ ഈ സ്വർഗരാജ്യത്തേക്ക് ഇനി കയറ്റണമെങ്കിൽ അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചിട്ടായിരിക്കും. ആന്റി എന്ന് പ്രിയങ്ക വിളിക്കുമ്പോൾ രാജേശ്വരി പറയുന്നു, ഫോൺ വച്ചേക്ക് പ്രിയങ്ക. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. വിലയേറിയ സമയം നഷ്ടപ്പെടുത്തരുത്. അതിനുശേഷം അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അകത്തെത്തിയ രാജേശ്വരി ഉറങ്ങുന്ന ശിവരാമകൃഷ്ണനെ നോക്കി മനസ്സിൽ പറയുകയാണ്, നീ രക്ഷപ്പെട്ടു അല്ലേ അഖില? നിന്നെ ഞാനിവിടെ റാണിയാക്കി വാഴിക്കാൻ പോകുന്നില്ല. നിന്റെ സൗഭാഗ്യം, നിന്റെ സീമന്തരേഖയിലെ സിന്ദൂരം, അത് ഞാൻ ഈ നിമിഷം അവസാനിപ്പിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരലുകളിൽ മാറ്റിയിടുന്നു രാജേശ്വരി. അതിനുശേഷം അകത്തെ മുറിയിൽ പോയ രാജേശ്വരി തോക്കുമായി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം തോക്ക് ശിവരാമകൃഷ്ണന്റെ നെറ്റിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ്, ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ഉറക്കമാണ്. അപ്പോൾ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. പെട്ടെന്ന് ശിവരാമകൃഷ്ണൻ ഉണരുകയാണ്. അപ്പോഴേക്കും രാജേശ്വരി തോക്ക് പുറകിൽ ഒളിപ്പിക്കുന്നു. അഖില, ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടല്ലോ. ഇല്ല കൃഷ്ണേട്ട, ഞാൻ കേട്ടില്ലല്ലോ. കൃഷ്ണേട്ടൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. പെട്ടെന്ന് രാജേശ്വരിയെ ശ്രദ്ധിച്ചിട്ട് ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ അഖില, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? നീ ഉറങ്ങിയില്ലായിരുന്നോ? പരിഭ്രമമൊന്നും ഇല്ല കൃഷ്ണേട്ട, ഞാൻ കിച്ചണിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുകയാണ്. ആരോ ബെല്ലടിച്ചല്ലോ എന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണൻ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുകയാണ്.
അപ്പോഴേക്കും വിലാസിനിയും വാതിൽ തുറക്കുന്നു. ആരാ ഈ സമയത്ത്? ആനന്ദും കല്യാണിയും വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. ദേ ബ്രോ പോകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അരവിന്ദും നന്ദനയും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും ശിവരാമകൃഷ്ണൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആകെ പരിഭ്രമിച്ച് രാജേശ്വരിയും അങ്ങോട്ടത്തേക്ക് ഓടിയെത്തുന്നു. പക്ഷെ ആ സമയത്ത് അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്